ഹായ് ടോൾ, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മെറ്റ ആഡ്സിന്റെ പ്രത്യേകതയാണ്. എങ്ങനെ ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. ആദ്യം മെറ്റ ആഡ്സിന്റെ പ്രത്യേകത എന്താ നോക്കാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരുപോലെ പരസ്യം ചെയ്യാൻ കഴിയും എന്നതാണ് ഒരു പ്രത്യേകത. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ആഡ് ഉണ്ട്. അതെന്തൊക്കെയാ നോക്കിയാലോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മെറ്റ ആഡ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആദ്യം ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് തിരഞ്ഞെടുക്കുക എന്നതാണ്. അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ആഡ് പ്രൊമോഷൻ, സെയിൽസ് എന്നിവയാണ് ഡിഫറെന്റ് ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്. ഇതിന് ഓരോന്നിനും ഡിഫറെന്റ് റിസൾട്ട് ആണ് തരുന്നത്. അതെന്തൊക്കെയാ നോക്കിയാലോ. ഫസ്റ്റ് വൺ, അവയർനെസ്. അവയർനെസ് എന്നത് നമ്മുടെ ബ്രാൻഡ് ഓഡിയൻസിന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. റീച്ച്, ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂ എന്നിവയാണ് അതിന്റെ റിസൾട്ട് ആയി ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ, ട്രാഫിക്. ട്രാഫിക് എന്നത് വെബ്സൈറ്റിലേക്ക്, മൊബൈൽ ആപ്പിലേക്ക്, ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലേക്ക് ഓഡിയൻസിനെ എത്തിക്കുന്നു. ട്രാഫിക് ഒബ്ജക്റ്റീവ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ലിങ്ക് ക്ലിക്ക്, ലാൻഡിംഗ് പേജ് വ്യൂസ്, ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സ്ആപ്പ് കോൾസ് എന്നിവയാണ് അതിന്റെ റിസൾട്ട് ആയി ലഭിക്കുന്നത്. നെക്സ്റ്റ് ഈസ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ. മെസ്സേജസ് ഓൺ മെസ്സഞ്ചർ, വാട്സ്ആപ്പ് ആൻഡ് ഇൻസ്റ്റഗ്രാം, കോൾസ്, കൺവേർഷൻ എന്നിവയാണ് ഇതിന്റെ റിസൾട്ട് ആയി ലഭിക്കുന്നത്. ലീഡ്സ്, ഇൻസ്റ്റന്റ് ഫോം വഴി കസ്റ്റമേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ കളക്ട് ചെയ്യുന്നതാണ് ലീഡ്സ് ക്യാമ്പയിൻ. ആപ്പ് ഇൻസ്റ്റാളേഷന് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്നതാണ് ആപ്പ് പ്രൊമോഷൻ ക്യാമ്പയിൻ. പ്രൊഡക്റ്റ് ഓർ സർവീസിന് വേണ്ടിയാണ് സെയിൽസ് ക്യാമ്പയിൻ ചെയ്യുന്നത്. കാറ്റലോഗ് സെയിൽ, മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം ആൻഡ് വാട്സ്ആപ്പ് കോൾസ് എന്നിവയാണ് അതിന്റെ റിസൾട്ട് ആയി ലഭിക്കുന്നത്. ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തതിനു ശേഷം ഓഡിയൻസ് ടാർഗറ്റിംഗ് ആണ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. നിങ്ങളുടെ പരസ്യം ആരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായ ഒരു ധാരണ ആവശ്യമാണ്. ഏജ്, ജെൻഡർ, ലൊക്കേഷൻ എന്നിവ അനുസരിച്ച് ഓഡിയൻസിനെ സെറ്റ് ചെയ്യാം. കസ്റ്റം ഓഡിയൻസ് അല്ലെങ്കിൽ ലുക്ക് ലൈക്ക് ഓഡിയൻസ് പോലുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. പരസ്യത്തിന്റെ ഫോർമാറ്റ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പരസ്യം എങ്ങനെ കാണിക്കണമെന്ന് തീരുമാനിക്കുക. ഇമേജ് ആഡ്, വീഡിയോ ആഡ്, കരൂസൽ ആഡ് തുടങ്ങിയ നിരവധി ഓപ്ഷനുകൾ ലഭ്യമാണ്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് അനുയോജ്യമായ ഫോർമാറ്റ് സെറ്റ് ചെയ്യുക. ബഡ്ജറ്റ്, ടൈം ആൻഡ് സ്കെഡ്യൂൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്യാമ്പയിൻ ബഡ്ജറ്റ് സെലക്ട് ചെയ്യുക. നിങ്ങളൊരു ലൈഫ് ടൈം ബഡ്ജറ്റ് അല്ലെങ്കിൽ ഡെയിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക. അട്രാക്റ്റീവ് ഹെഡ്ലൈൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ചെയ്യുക. കോൾ ടു ആക്ഷൻ, എക്സാമ്പിൾ ഫോർ, ബൈ നൗ, നോ പോലുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. എല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്തതിനു ശേഷം ക്യാമ്പയിൻ ആക്റ്റീവ് എന്ന് കാണിക്കും. അപ്പോൾ ആഡ് റൺ ചെയ്യാൻ തുടങ്ങും. റൺ ആയാൽ അതിന്റെ പെർഫോമൻസ് വിസിബിൾ ആകും. അത് നോക്കി ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താം. സക്സസ്ഫുൾ മെറ്റ ആഡിനായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ടിപ്പുകൾ എന്താ നോക്കിയാലോ. നിങ്ങളുടെ ഗോൾ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളുടെ ഓഡിയൻസിനെ നന്നായി മനസ്സിലാക്കുക. അട്രാക്റ്റീവ് ക്രിയേറ്റുകൾ ഉപയോഗിക്കുക. ഡിഫറെന്റ് ആഡ് ഫോർമാറ്റുകൾ ഉപയോഗിക്കുക. മെറ്റയുടെ ഏറ്റവും പുതിയ ഫീച്ചറുകളും ടൂളുകളും ഉപയോഗിക്കുക. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.